السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സൂറത്തുൽ അംബിയാ 76 നമുക്ക് എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين. وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين. ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. بسم الله الرحمن الرحيم. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين. وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين. ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين.
കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബിയെയും ലൂത്ത് നബിയെയുമാണ് അല്ലാഹു തആല പരാമർശിച്ചത്. ഇന്ന് നമ്മൾ ഓതി വെച്ചതിൽ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിമുസ്സലാം എന്നിവരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. വനൂഹൻ ഇദ് നാദാ മിൻ ഖബൽ, വനൂഹൻ, നൂഹിനെയും നീ ഓർക്കേണ്ടതുണ്ട്, സ്മരിക്കേണ്ടതുണ്ട്. ഇദ് നാദാ, അദ്ദേഹം വിളിച്ച സന്ദർഭം, പടച്ച റബ്ബിനോട് ദുആ ചെയ്ത സന്ദർഭം ഓർക്കണം. മിൻ ഖബലു, ഇതിനു മുമ്പ്, ഇവർക്കെല്ലാം മുമ്പ്, ഇബ്രാഹിം നബിയുടെയും ലൂത്ത് നബിയുടെയും എല്ലാം മുമ്പാണ് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നീ ഓർക്കേണ്ടതുണ്ട്. അതാണ് നൂഹൻ എന്ന് പറഞ്ഞു. നൂഹിനെയും നീ ഓർക്കുക. അഥവാ നൂഹ് നബിക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്ത രംഗമുണ്ട്, അത് നീ ഓർക്കേണ്ടതുണ്ട്. ഫസ്തജബ്നാ ലഹു, ഫസ്തജബ്നാ, നാം ഉത്തരം നൽകി, ലഹു, അദ്ദേഹത്തിന്, ഫനജൈനാഹു, അങ്ങനെ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വഅഹ്ലഹു, അദ്ദേഹത്തിന് കൂടെയുള്ള അഹ്ലുകാരെയും, തൻ്റെ ആളുകളെയും, അവിടെ അഹ്ലു കുടുംബം എന്നല്ല, അഹ്ലുകാർ, അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർ, വിശ്വാസികളായി കൂടെ കൂടിയ ആളുകൾ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെയും രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അലീം, ആ വമ്പിച്ച വിപത്തിൽ നിന്ന്, വെള്ളപ്പൊക്കമെന്ന മഹാവിപത്തിൽ നിന്ന് നാം അദ്ദേഹത്തെയും കൂടെയുള്ള ആളുകളെയും ഒക്കെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. അല്ലെങ്കിൽ അവിടെ കർബിന് കളവാക്കൽ, അതേപോലെ മർദ്ദനമുറകൾ എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. കർബിൽ അലീം, ദീർഘമായ കാലം അദ്ദേഹം കളവാക്കപ്പെട്ട്, ആക്ഷേപിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ടൊക്കെ അദ്ദേഹം ഏറെ പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടിയവരാണ്. അതിൽ നിന്നൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നും കർബിൽ അലീം എന്നതിന് വിശദീകരണം നൽകപ്പെടുന്നുണ്ട്. എല്ലാ വിപത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു, അതോടുകൂടി എന്നർത്ഥം. അപ്പൊ ആ നൂഹിനെയും നീ ഓർക്കണം. നബി തങ്ങൾക്ക് അല്ലാഹു തആല കഴിഞ്ഞ കാല അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞെടുക്കുകയാണല്ലോ. നബിക്കൊന്നുകൂടെ ഒരു മനസ്സമാധാനം ഉണ്ടാകാനും കൂടെയുള്ള സ്വഹാബികൾക്ക് സമാധാനം ലഭിക്കാനും എല്ലാമാണ് ഈ കഥകൾ നബി തങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവരൊക്കെ, ഈ അമ്പിയാക്കളൊക്കെ പിന്മുറക്കാനായി വന്നവരാണ് നബിയെ താങ്കൾ. ഇവരെല്ലാം അനുഭവിച്ചതുപോലെ താങ്കൾക്കും അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഇവർക്കെല്ലാം അവസാനം വിജയമുണ്ടായി എന്നതുപോലെ അവസാന വിജയം നബിയെ നിങ്ങൾക്ക് തന്നെയാണ് എന്നൊക്കെയുള്ള സന്ദേശം ഈ സംഭവങ്ങളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദുആ നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ തന്നെ അത് എടുത്തു പറഞ്ഞതാണ്. റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ ഗഫാറ എന്ന് പറഞ്ഞ അദ്ദേഹം ദുആ ചെയ്ത സൂറത്തുൽ നൂഹിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. അല്ലാഹു ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫനജൈനാഹു, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വഅഹ്ലഹു, അഹ്ലുകാരെയും, ഐ അല്ലദീന ആമനൂ ബിഹി എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തങ്ങൾ കൊടുത്തത്. അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകളാണ്. അഹ്ലഹു എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ ബിഹി, അദ്ദേഹത്തിന് വിശ്വസിച്ച ആളുകളെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് ഹൂദിൽ അല്ലാഹു പറഞ്ഞു, വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ വമൻ ആമന വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. കപ്പലിൽ കയറ്റാനുള്ള നിർദ്ദേശം നൽകിയപ്പോൾ നീ ആ കപ്പലിൽ കയറുക, നിന്റെ കൂടെ എല്ലാ ജീവികളെയും നീ കയറ്റുക. വഅഹ്ലക, നിന്റെ ആളുകളെയും കയറ്റുക. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ, എന്നാൽ ശിക്ഷയുണ്ട് എന്ന് വചനം മുൻകടന്നവർ ഒഴികെ അവരെ കയറ്റേണ്ടതില്ല. വമൻ ആമന, അതേപോലെ വിശ്വസിച്ചവരെയെല്ലാം കയറ്റുക. നിന്റെ കുടുംബത്തെയും വിശ്വസിച്ചവരെയും കയറ്റുക. ആ കുടുംബത്തിൽ ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ, ശിക്ഷയുടെ വചനം മുൻകടന്നവർ, ശിക്ഷിക്കപ്പെടുമെന്ന് റബ്ബിന് തീരുമാനത്തിലുള്ളവർ, അഥവാ നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബിയുടെ മകൻ, അവരെയൊന്നും കയറ്റേണ്ടതില്ല എന്ന് അല്ലാഹു പറഞ്ഞു. വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, തുച്ഛം ആളുകളല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല. അതാണ് ഇവിടെ പറഞ്ഞ അഹ്ല് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കുടുംബമുണ്ടാവാം, അല്ലാത്തവരുണ്ടാകാം, ആദർശ ബന്ധുക്കൾ എന്നതാണ് ഇവിടുത്തെ അഹ്ലിന് അർത്ഥം. കുടുംബക്കാരായാലും ശരി, അല്ലാത്തവരായാലും ശരി, ആദർശ ബന്ധമുള്ള ബന്ധുക്കളെയാണ് ഇവിടുത്തെ അഹ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ നാം രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അലീം, കർബ് എന്നാൽ പ്രയാസം, വിപത്ത്, ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് കർബ് എന്നതിന് അർത്ഥമുള്ളത്. മിശ്ശിദ്ദത്തി വത്തക്രീബി വൽ അദാ എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹത്തെ കളവാക്കിയ, അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയ ആ വിമൽഘട്ടത്തിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. കാരണം അദ്ദേഹം 980 കൊല്ലം
അവിടെ ജീവിച്ചുവെങ്കിലും ഫലം യുഅ്മിൻ ബിഹിം ഇല്ലൽ ഖലീൽ, തുച്ഛം ആളുകളല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല. വകാനു യഖ്സിദൂന ലിഅദാഹു വയതവാസൂന ഖർനൻ ബഅദ ഖർനിൻ വജീലൻ ബഅദ ജീലിൻ അലാ ഖിലാഫിഹി. അവർ അദ്ദേഹത്തെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമല്ല, തലമുറകൾ അടുത്ത തലമുറകൾക്ക് വസിയത്തായി നൽകുമായിരുന്നതാണ്. കാരണന്മാര് മറ്റുള്ളവർ പറയും, ഓനെ വെറുതെ വിടാൻ പാടില്ല, ഓനങ്ങനെ സ്വസ്ഥമായി നിൽക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് മുതിർന്നവർ താഴെയുള്ളവർക്ക് വസിയത്ത് നൽകി തലമുറകൾ മാറി മാറി വരുമ്പോഴും ആ മാറി മാറി വരുന്നവരൊക്കെ അതേ ലെവലിൽ തന്നെ വളർത്തപ്പെടുകയും അവരങ്ങനെ തന്നെ ശീലിച്ചു പോരുകയും അങ്ങനെ അവരെല്ലാം നൂഹ് നബിയെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അലീം എന്നതിന് അങ്ങനെ തഫ്സീർ നൽകപ്പെടുന്നത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും എല്ലാ വിപത്തിൽ നിന്നും അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വനസർനാഹു മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ. വനസർനാഹു, അദ്ദേഹത്തെ നാം സഹായിച്ചു, രക്ഷപ്പെടുത്തി. മിനൽ ഖൗമി, ആ ഒരു ജനതയിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. അല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ കളവാക്കിയിരുന്നവരായ ആ ജനതയിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇന്നഹും കാനു ഖൗമ സൗഇൻ, യഥാർത്ഥത്തിൽ അവർ, ഇന്നഹും തീർച്ചയായും അവർ, കാനു അവരായിരുന്നു, ഖൗമ സൗഇൻ ദുഷിച്ച ഒരു ജനവിഭാഗം തന്നെയായിരുന്നു അവർ. ഇവരൊക്കെ മോശക്കാരായ ആളുകളായിരുന്നു അവർ. ഖൗമ സൗഇൻ ഫഅഗ്റഖ്നാഹും, അങ്ങനെ നാം അവരെ മുക്കി നശിപ്പിച്ചു കളഞ്ഞു. അജ്മഈൻ, എല്ലാവരെയും നാം ആ വെള്ളപ്പൊക്കത്തിൽ മുക്കി നശിപ്പിച്ചു കളഞ്ഞു. അഹ്ലകഹുമുല്ലാഹു ബിഅമ്മത്തിൻ, അവരെ ഒന്നടങ്കം അല്ലാഹു തആല മൊത്തത്തിൽ അല്ലാഹു തആല നശിപ്പിച്ചു. വലം യുബ്ഖി അലാ വജ്ഹിൽ അർളി മിൻഹും അഹദാ, ഭൂമുഖത്ത് അവരിൽ നിന്ന് ഒരാളെ പോലും അല്ലാഹു തആല ബാക്കിയാക്കിയില്ല. കാരണം ദുആകളാണോ, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ എന്നാണ്. ഭൂമുഖത്ത് ഒരു അവിശ്വാസിയായ ഒരു വീട്ടുകാരനെ പോലും റബ്ബേ നീ ബാക്കിയാക്കല്ല. അത് അല്ലാഹു ഉത്തരം ചെയ്യുക. ഇല്ല അലൈഹിം നബിയുഹും, ഒരു നബി തന്റെ ഖൗമിനെതിരായി പ്രാർത്ഥിച്ചാൽ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഉത്തരത്തിൽ എല്ലാവരെയും അത് ബാധിക്കും. ആ കപ്പലിൽ കയറിയ വിശ്വാസികൾ ഒഴിച്ച് ബാക്കി ഒരാൾ പോലും ബാക്കിയാവാതെ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. അത് നബിയെ താങ്കൾ ഓർക്കണം. ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്, ആ സമൂഹം ഒന്നാകെ നശിപ്പിക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് നബിയെ താങ്കൾക്ക് സമാധാനിക്കാം എന്ന് നബിയോടുള്ള ഒരു സമാധാനപ്പെടുത്തൽ. വദാവൂദ വസുലൈമാന, അടുത്ത രണ്ട് പ്രവാചകന്മാർ. വദാവൂദ വസുലൈമാൻ, ദാവൂദിനെയും സുലൈമാനെയും നബിയെ താങ്കൾ ഓർക്കുകയും വേണം. മറ്റു രണ്ട് പ്രവാചകന്മാരാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും എന്നത്. രണ്ടുപേരും ബാപ്പയും മകനുമാണല്ലോ. രണ്ടുപേരും പ്രവാചകന്മാരാണ്, രണ്ടുപേരും അതേപോലെ ഭരണാധികാരി ലഭിച്ച ആളുകളുമാണ് അവർ. ദാവൂദ് നബിയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. ദാവൂദ് നബി പിതാവും സുലൈമാൻ നബി മകനുമാണ്. ദാവൂദ് നബി രാജാവായിരുന്നു, സുലൈമാൻ നബിക്ക് അതിലേറെ വലിയ അധികാരം ലഭിച്ചു. രണ്ടുപേരും പ്രവാചകന്മാരാണ്, രണ്ടുപേരും മുഴുവത്തുള്ളവരാണ്, രണ്ടുപേരും വലിയ അറിവും തൻ്റെ ഇടവും ഹിക്മത്തും എല്ലാം ഉള്ളവർ കൂടിയായിരുന്നു അവർ. അവരെയും നബിയെ താങ്കൾ ഓർക്കണം. ദാവൂദ വസുലൈമാന, ദാവൂദിനെയും സുലൈമാനിനെയും അലൈഹിമസ്സലാം നബിയെ നിങ്ങൾ ഓർക്കുക. ഇത് യഹ്കുമാനി ഫിൽ ഹർസ്, ഇവിടെ ഓർക്കാൻ പറഞ്ഞത് അവരുടെ ജീവിതത്തിലെ ഒരു സന്ദർഭമാണ്. ഇത് യഹ്കുമാനി, അവർ രണ്ടുപേരും വിധി പറയുന്ന ആ രംഗം. ഇത് യഹ്കുമാനി, ഭരണാധികാരികളാണെന്നുകൊണ്ട് സ്വാഭാവികമായും പല കേസും പല പരാതികളും അവരുടെ മുമ്പിൽ വരും. അങ്ങനെ വന്നൊരു കേസ്, അതേക്കുറിച്ചാണ് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. ഇത് യഹ്കുമാനി, അവർ രണ്ടുപേരും ഹുക്മ പറയുന്ന, വിധി പറയുന്ന ആ രംഗം. ഫിൽ ഹർസി, ഒരു കൃഷിയുടെ കാര്യത്തിൽ അവർ വിധി പറയുന്ന രംഗം നബിയെ നിങ്ങൾ ഓർക്കണം. ഇത് നഫസത് ഫീഹി ഗനമുൽ ഖൗം, ഇത് നഫസത് ഫീഹി, ആ കൃഷിയിൽ രാത്രി മേഞ്ഞു. ഗനമുൽ ഖൗമി, ഒരു സമൂഹത്തിന്റെ ആടുകൾ ഈ കൃഷിയിൽ കയറി മേഞ്ഞ വിഷയത്തിൽ അവർ വിധി പറഞ്ഞത് നബിയെ നിങ്ങൾ ഓർക്കണം. ദാവൂദ് നബിയുടെ മുമ്പിലേക്ക് ഒരു പരാതി വരികയാണ്. ഒരു തോട്ടം, മുന്തിരിത്തോട്ടമാണ് എന്നാണ് പൊതുവെ തഫ്സീലൊക്കെ എല്ലാവരും പറഞ്ഞു കാണുന്നത്. അങ്ങനത്തെ തോട്ടത്തിൽ ഒരു ആളുകളെ ആട്ടിൻകൂട്ടം കയറുകയും രാത്രിയാണ് കയറിയത്. അത് നഫസാദ് ഉപയോഗിച്ച്, നഫസ എന്നുള്ളത് രാത്രി മേയുന്നതിനാണ് അത്ര നഫസ എന്ന് പറയുക. ആടുകൾ രാത്രി മേഞ്ഞാൽ
അതിൽ അറബികൾ നഫശ എന്ന വാക്ക് ഉപയോഗിക്കും. പകലാണെങ്കിൽ ഹമല എന്നുള്ള ഉപയോഗിക്കും. ഹംല്, പകലിൽ മേയുന്നതിന് ഹംല് എന്ന് ഉപയോഗിക്കും. റഅ എന്ന് പറഞ്ഞാൽ പൊതുവെ ആടുകളെ മേഞ്ഞു അർത്ഥം. റാഇ അത് മൊത്തത്തിൽ പറയുന്ന വാക്കാണ് മേയുക എന്നുള്ളതിന് റാഇ എന്ന വാക്ക്. എന്നാൽ നഫസ എന്നുള്ളത് രാത്രി മാത്രം മേയുന്നതിനെയാണ് സൂചിപ്പിക്കാറുള്ളത്. ഇനി നഫസത്ത് ഫീഹി വനമുൽ ഖൗം, ഒരു ഖൗമിന്റെ ആടുകൾ രാത്രി കാലത്ത് ഒരാൾ തോട്ടത്തിൽ കയറി ഒന്നാകെ തോട്ടം നാശാക്കി, അതിൽ കയറി കംപ്ലീറ്റ് കടിച്ച് അവിടെ ഇവിടെ ആകെ നാശാക്കി, മുന്തിരിയും അതിൻ്റെ വള്ളികളും ഒക്കെ ആകെ നാശമായി. അങ്ങനെ ഈ പരാതി ദാവൂദ് നബിയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇവരുടെ ആട്ടിൻ കൂട്ടം ഞങ്ങളെ തോട്ടത്തിൽ കയറി തോട്ടം നശിപ്പിച്ചു എന്ന് പരാതിയുമായി വരികയാണ്. ദാവൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. അപ്പൊ കാര്യം ശരിയാണ്, അതിൽ തർക്കമൊന്നുമില്ല, രണ്ടൂട്ടരും സമ്മതിക്കുന്നു. അപ്പൊ ദാവൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, ഇവന്റെ തോട്ടം നാശായല്ലോ, അതിന് പകരം അവന്റെ ആടുകളെ ഇവന് കൊടുക്കണം. തോട്ടം നശിച്ചതിന് പകരമായിട്ട് മറ്റാളെ ആടുകൾ ഇയാൾ എടുത്തോട്ടെ എന്ന് വിധി പറഞ്ഞു. അങ്ങനെ ആ വിധിയും കെടുത്ത് തിരിച്ചു പോരുമ്പോഴാണ് വഴിയിൽ വെച്ച് സുലൈമാൻ നബിയെ കാണുന്നത്. ചെറിയ കുട്ടിയാണെന്നാണ്. സുലൈമാൻ നബി അന്ന് ചെറിയ കുട്ടിയാണ്, അത് നബിയായിട്ടില്ല, അന്ന് ഇങ്ങനത്തെ വലിയ അധികാരമൊന്നും ഉണ്ടായിട്ടില്ല, ചെറുപ്പമാണ്. സുലൈമാൻ നബിയെ കണ്ടു. അപ്പൊ എന്താ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് വിധി കിട്ടിയത്, അപ്പൊ എങ്ങനെയാണ് വിധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാനായിരുന്നു ഭരണാധികാരി എങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വിധിക്കുക. വാപ്പയാണ് വിധിച്ചത്, എന്നാലും എനിക്കാണ് അധികാരമെങ്കിൽ ഞാൻ വിധിക്കാൻ മറ്റൊരു രൂപത്തിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഈ വിവരം വാപ്പ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വാപ്പ വിളിപ്പിച്ചു. എന്താ ഇങ്ങനെ പറഞ്ഞല്ലോ, നീ ആണെങ്കിൽ എന്താ വിധിക്കുക? അപ്പൊ മോൻ പറഞ്ഞെടുത്തു, ഇതിനേക്കാൾ നല്ല വിധിയുണ്ടല്ലോ, ഇയാള് മുന്തിരിത്തോട്ടം നാശായി, ശരിയാണ്. അതുകൊണ്ട് ഈ തോട്ടം ശരിയാകുന്നത് വരെ ഈ ആടിന്റെ ആളുകൾ ഈ തോട്ടം പരിചരിക്കട്ടെ. പരിചരിച്ചിട്ട് നാശമായതൊക്കെ രണ്ടാമത് ലെവലാക്കി പഴയ രൂപത്തിലാക്കിയിട്ട് തോട്ടത്തിന്റെ ഉടമക്കാരന് തിരിച്ചു കൊടുക്കുക. അതുവരെ ഈ ആടുകളെ മറ്റൊരു ഉപയോഗിക്കട്ടെ. ഒരു കിട്ടണ കൃഷിയൊക്കെ ഇല്ലാതായി പോയല്ലോ. അപ്പൊ ആ ടൈമിൽ ഈ ആട്ടിന് പറ്റത്ത് ഇവർക്ക് കൊടുക്കുക. ആ സമയത്ത് കിട്ടുന്ന പാലും ആ സമയത്ത് കിട്ടുന്ന അതിലെ ഗുണങ്ങളൊക്കെ അവർ ഉപയോഗിക്കട്ടെ. മറ്റൊരു തോട്ടം നോക്കി അത് ഉഷാറാക്കി പഴയ രൂപത്തിലാക്കി തോട്ടം തിരിച്ചു കൊടുക്കുക. അപ്പൊ ഈ ആടുകളെ തിരിച്ചങ്ങോട്ടും കൊടുക്കുക. ഇതാണ് കുറച്ചും കൂടെ അത് നല്ലത് എന്ന് വാപ്പാനോട് മകൻ ഒരു അഭിപ്രായമായി പറയുകയാണ്. അത് ദാവൂദ് നബി ഇസ്ലാം അംഗീകരിക്കുകയും അവർക്ക് ആ വിധി നൽകുകയും ചെയ്തു. അപ്പൊ ചെറുപ്പം മുതലേ ഒരു പ്രത്യേകമായ ബുദ്ധിയും അറിവും തൻ്റെ ഇടവും ഒക്കെ ഉണ്ടായിരുന്നു സുലൈമാൻ നബിക്കേതാണ്. ദാവൂദ് നബി ഇസ്ലാം മോശമായതുകൊണ്ടല്ല. ദാവൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, ഭരണാധികാരിയാണ്. എന്നാൽ ദാവൂദ് നബിയേക്കാൾ ചില വിഷയങ്ങളിൽ സുലൈമാൻ നബി കൂടുതൽ അല്ലാഹു തആല ചില അറിവും കഴിവുമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ഹദീസിലൊക്കെ കാണാൻ കഴിയും. ഇതേപോലെ പല വിഷയത്തിലും വിധിച്ചതൊക്കെ. കുട്ടിയെ മുറിക്കാൻ തീരുമാനിച്ചത് അതും സുലൈമാൻ നബിയുടെ ഒരു രീതിയായിരുന്നു. രണ്ട് സ്ത്രീകൾ കുട്ടികളെയും കൂട്ടി ആട് നോക്കാൻ പോയപ്പോൾ ചെന്നായ വരികയും ഒരാളെ കുട്ടി ചെന്നായ പിടിക്കുകയും ചെയ്തപ്പോൾ മറ്റേ കുട്ടിക്ക് തർക്കമായി. ഇപ്പോൾ എൻ്റെ കുട്ടി അതാണ്, അത് ചെന്നായ പിടിച്ച എൻ്റെ കുട്ടിനെയാണ്, എൻ്റെ കുട്ടി ഇതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റോള് കുട്ടിനെ കൊണ്ട് ഓടാൻ നോക്കിയതാണ്. അങ്ങനെയാണ് രണ്ടാളും അവകാശവാദം ഉന്നയിച്ചപ്പോൾ ദാവൂദ് നബിയുടെ മുമ്പിലെത്തി. അങ്ങനെ ചോദിച്ചപ്പോൾ ഒക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ശക്തമായി വാദിച്ചു, ഇതിൻ്റെ കുട്ടിയാണെന്ന്. അങ്ങനെ ആ വാദിച്ചവൾക്ക് അദ്ദേഹം കുട്ടിയെ നിശ്ചയിച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് സുലൈമാൻ നബി ഇടപെടുന്നത്. അദ്ദേഹം പറഞ്ഞു, അത് എനിക്കതിൽ ഇവരുടെ കാര്യത്തിൽ സംശയമുണ്ട്, അതൊന്നും കൂടി ഉറപ്പെടുത്തണം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, രണ്ടാൾക്കൂടി കുട്ടി നമുക്ക് കഷ്ണം വിട്ടിട്ട് ഒരു കഷ്ണം പോക്ക് ഒരു കഷ്ണം മറ്റോക്കും കൊടുക്കാം. അപ്പോൾ നേരത്തെ കുട്ടിയെ കിട്ടാത്ത പെണ്ണ് പറഞ്ഞു, അത് വേണ്ട, ഓളെടുത്തോട്ടെ, ഓളെ കുട്ടി തന്നെയാണ് അത്. അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, നജ്ജെടുത്തോ, തൻ്റെ കുട്ടീനെ ഓൾ തല്ലാണ്. കാരണം മറ്റൊക്കെ പ്രശ്നമില്ല, മുറിക്കലിന് ഓളെ കുട്ടിയതല്ലോ. ഇവളെ സംബന്ധിച്ച് കുട്ടിനെ മുറിക്കുക എന്നത് ആലോചിക്കാൻ പോലും കഴിയില്ല. അപ്പം മനസ്സിലായി ഇതാണ് കുട്ടിൻ്റെ ഉമ്മ എന്ന്. അപ്പം ആ ഉമ്മാക്ക് അത് വിധിച്ചു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില അറിവുകൾ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതായത് നഫശത്ത് ഫീഹി വലമുൽ ഖൗം. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മറ്റൊരു ഹുക്കം എടുത്തു. ഇവിടെ രാത്രി മേഞ്ഞു എന്നാണ് പറഞ്ഞത്. പകൽ മേഞ്ഞാൽ ഈ വിധി ഉണ്ടാവില്ല എന്നാണ്. രാത്രി ആട്ടിൻ പറ്റത്തെ കൂട്ടിലടക്കേണ്ട സമയമാണ്, മേയേണ്ട സമയമല്ല. ആടിൻ്റെ ഉടമക്കാരനാണ് അപ്പോൾ ഉത്തരവാദിത്വം. അവിടെ ആ സമയത്ത് ആട് എവിടെയും പോയി നശിപ്പിച്ചാൽ അതിന് ഉത്തരവാദിത്വം ആടിൻ്റെ ഉടമക്കാരൻ എടുക്കണം. പകൽ തോട്ടത്തിൽ കയറി നശിപ്പിച്ചാലോ അതിൻ്റെ ഉത്തരവാദിത്വം തോട്ടക്കാരനാണ്. കാരണം മര്യാദയ്ക്ക് മതിൽ വെച്ചിട്ടില്ല, ഗേറ്റ് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ കാവൽക്കാരെ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ കയറാൻ പറ്റിയത്. പകല് പൊതുവെ ആടുകളും പശുക്കൾക്ക് മേഞ്ഞു നടക്കുന്ന സമയമാണ്.
അപ്പൊ പകൽ സമയത്താണ് അങ്ങനെ ഒരു ആട്ടിൻപട്ടം കയറി വല്ലതും നശിപ്പിച്ചത് എങ്കിൽ അത് ഓൻ പറയാൻ പറ്റില്ല. കാരണം ഓനതിനുള്ള സുരക്ഷ അതിൽ ഇരിക്കണം. ഓരോ പറമ്പുകാരും കയറാൻ പാടില്ലെങ്കിൽ ഓനവിടെ ചുറ്റുമതിൽ വെക്കണം, ഗേറ്റ് വെക്കണം, വേണമെങ്കിൽ സെക്യൂരിറ്റിനെ വെക്കണം, അല്ലെങ്കിൽ പൂട്ടിയിടണം. അതൊക്കെ അവൻ ചെയ്യേണ്ടതാണ്. അതൊന്നുമില്ലാതെ തുറന്നു നിൽക്കുന്ന പറമ്പാണെങ്കിൽ അവിടെ പോയിട്ട് വീടെടുക്കണം, മാങ്ങ വരെ നമുക്ക് തിന്നാന്നാണ് ഹുക്കുമ്. ഒരു തുറന്ന പറമ്പാണ്, അവിടെ മതിലില്ല, ഗേറ്റില്ല, ഒന്നുമില്ല, അവിടെ മാവുണ്ട്, ഇഷ്ടംപോലെ അങ്ങനെ മാങ്ങ വീണ് പോകുന്നുണ്ട് എങ്കിൽ വീണ് തിന്നാം. കയറി പറിക്കാൻ പറ്റില്ല. തേങ്ങയായാലും കയറി പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ് മാറി. കാരണം ഓൻ അതിന് പ്രശ്നമില്ല എന്നാണ് ഇതിനർത്ഥം. അതേസമയം ഓന് ചുറ്റുമതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് അത് നല്ല ബന്ദോബസ്താക്കിയതാണ്. എന്നാൽ പിന്നെ ആ മതിൽ കയറി കിടന്നിട്ട് അവിടെ എടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ പുറത്തേക്ക് വീണാൽ പോലും എടുക്കാൻ പറ്റില്ല. കാരണം ഓന് ഇഷ്ടമില്ല എന്നതിന് തെളിവാണ് ഓൻ ഇങ്ങനെയൊക്കെ വെച്ചത്. മറ്റ് ഓനെ ഓപ്പണാക്കി ഇട്ട അർത്ഥം അത് ആരും തൊട്ട പ്രശ്നമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്ന് വരുന്ന ഹുക്കുമുകളാണ്. ഇവിടെ അല്ലാഹ് നഫശത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞു, രാത്രി മേഞ്ഞു. അപ്പൊ രാത്രി മേയുന്നതിന് മാത്രം ചില പ്രത്യേക ഹുക്കുമുകൾ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ പകലാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം തോട്ടക്കാരനായിരിക്കും, രാത്രിയാണെങ്കിൽ ഉത്തരവാദിത്തം ആടിന്റെ ഉടമക്കാരനുമായിരിക്കുന്നത്. അല്ലാഹു അഅലം. ഇത് നഫശത്ത് ഫീഹി, ആ കൃഷിയിൽ രാത്രി മേഞ്ഞ സന്ദർഭം. ഓനമുൽ ഖൗമി, ഒരു ഖൗമിന്റെ ആടുകൾ. ആ സമയത്ത് അവർ വിധിക്കുന്ന ആ രംഗം മുറുക്കണം. വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ, വകുന്നാ നാം ആയിരുന്നു ലിഹുക്മിഹിം അവരുടെ ആ വിധിക്ക് ഷാഹിദീൻ സാക്ഷികളായിരുന്നു. ദാവൂദ് നബി വിധിക്കുമ്പോഴും സുലൈമാൻ അലൈഹി സ്വലാം വിധിക്കുമ്പോഴും ഒക്കെ പടച്ച റബ്ബ് ആ വിധിക്ക് സാക്ഷിയാണ്. ഫഫഹംനാഹാ സുലൈമാൻ, ഫഫഹംനാഹാ നാം അതിനെ മനസ്സിലാക്കി കൊടുത്തു. സുലൈമാൻ നബിക്ക് നാം അത് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ ദാവൂദ് നബിക്ക് കിട്ടാത്ത അറിവ് സുലൈമാൻ നബിക്ക് അല്ലാഹു തആല ആ ബുദ്ധി സാമർത്ഥ്യവും കഴിവുമെല്ലാം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ, എന്നാൽ വകുല്ലൻ എല്ലാവർക്കും രണ്ടുപേർക്കും ആതൈനാ നാം നൽകിയിരിക്കുന്നു ഹുക്മൻ വഇൽമാ, ഹുക്മൻ അധികാരവും നൽകിയിട്ടുണ്ട്, വഇൽമൻ അറിവും നൽകിയിട്ടുണ്ട്. അപ്പൊ രണ്ടാളും മോശക്കാരിൽ അർത്ഥം. രണ്ടുപേരും ഉസാറാണ്, രണ്ടുപേർക്കും ഇൽമുണ്ട്, രണ്ടുപേർക്കും ഹുക്കുമുണ്ട്, രണ്ടുപേർക്കും നുബുവത്തുണ്ട്. അതെല്ലാം അള്ളാഹു നൽകിയതാണ്. എന്നാൽ സുലൈമാൻ നബിയെ കുറിച്ച് അധികമായി അല്ലാഹു തആല ചില അറിവുകൾ നൽകിയിരുന്നു എന്നാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ, രണ്ടുപേർക്കും നാം ഹുക്കുമും നൽകി, അതേപോലെ ഇൽമും നൽകിയിരിക്കുന്നു. ഹുക്കുമിന്റെ ഭരണാധികാരത്തിന് ഹുക്കുമ പറയാം, അതേപോലെ പിന്നെ ഈ നുബുവത്തിനും വേണമെങ്കിൽ ഹുക്കുമ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. നുബുവത്ത് നൽകി, പ്രവാചകത്വം നൽകി എന്നതിനും അധികാരം, ആധിപത്യം, ഹാക്കിമാവുക, ഭരണാധികാരിയാവുക എന്നതിനും പറയാം. ഈ ഖാദി ആ അർത്ഥത്തിനും വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. വസഖർനാ മഅ ദാവൂദൽ ജിബാൽ, എന്നാൽ സുലൈമാൻ നബിക്ക് ഇല്ലാത്ത വളരെ ചില പ്രത്യേകത ദാവൂദ് നബിക്ക് അല്ലാഹു തആല നൽകി. വസഖർനാ നാം വിധേയപ്പെടുത്തി കൊടുത്തു മഅ ദാവൂദ, ദാവൂദിന്റെ കൂടെ അൽ ജിബാൽ പർവ്വതങ്ങളെപ്പോലും അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. ദാവൂദ് നബിയുടെ കൂടെ ദാവൂദ് നബിക്ക് അല്ലാഹു തആല പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തു. യുസബ്ബിഹന, ആ പർവ്വതങ്ങൾ തസ്ബീഹ് ചെയ്യുമായിരുന്നു. യുസബ്ബിഹന വത്വൈർ, പക്ഷികളെയും, പക്ഷികളും അതേപോലെ പർവ്വതങ്ങളും പോലും ദാവൂദ് നബിയുടെ തസ്ബീഹിന്റെ കൂടെ തസ്ബീഹ് ചെയ്യുമായിരുന്നു. ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നന്നായി വേദഗ്രന്ഥം പാരായണം ചെയ്യുമായിരുന്നു. സബൂറാണ് ദാവൂദ് നബിയുടെ കിതാബ്. ആ സബൂറിനെ വളരെ സുന്ദരമായി പാരായണം ചെയ്യുന്നവരായിരുന്നു ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാവൂദ് നബിയുടെ ശബ്ദ മാധുര്യം നബിതങ്ങളെ പോലും ഹദീസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പല വിഷയത്തിലും ചില സ്വഹാബികളെ ഒക്കെ പറയുമ്പോൾ ദാവൂദ് നബിയെ പോലെ എനിക്ക് സ്വരമാധുര്യം നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നൊക്കെ നബിതങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. അപ്പൊ ആ ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചെയ്യുമ്പോൾ, അതേപോലെ അവരുടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ ആ ശബ്ദമാധുര്യം, അതിൻ്റെ കൂടെ പക്ഷികളും പർവ്വതങ്ങളും പോലും അദ്ദേഹത്തോടൊപ്പം ആ തസ്ബീഹിൽ പങ്കെടുക്കുമായിരുന്നു എന്നാണ്. ഇബ്നു കസീറൊക്കെ പറയുന്നു എന്നാണ്. പക്ഷികൾ പോലും, പറന്നു പോണ പക്ഷികൾ പോലും അവിടെ നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു പാരായണം കേൾക്കുമ്പോൾ. അതേപോലെ പർവ്വതങ്ങൾ അദ്ദേഹത്തെ കൂടെ തസ്ബീഹ് ചെല്ലുമായിരുന്നു എന്ന് കാണാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു രാത്രി ഖുർആൻ ഓതുമ്പോഴാണ്
നബി തങ്ങളിലൂടെ കടന്നു വന്നത്. അദ്ദേഹം അങ്ങനെ രാത്രി ഒറ്റയ്ക്കിരുന്ന് വളരെ സുന്ദരമായി അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. നബി തങ്ങൾ അതിങ്ങനെ നിന്ന് കേട്ടു. നബിയോട് നിന്നിട്ട് അദ്ദേഹത്തെ ഖിറാഅത്ത് അങ്ങനെ കേട്ടു. പക്ഷെ അദ്ദേഹം അബൂ മൂസ അറിഞ്ഞിട്ടില്ല നബി കേൾക്കുന്നുണ്ട് എന്നുള്ളത്. നബി അവിടെ യാദൃശ്ചികമായി വന്നതാണ്. അപ്പൊ അബൂ മൂസ അശ്അരിയുടെ ഖിറാഅത്താണ് കേൾക്കുന്നത്. നബി അവിടെ അങ്ങനെ മാറി നിന്നിട്ട് അദ്ദേഹത്തെ ഖിറാഅത്ത് അങ്ങനെ കേട്ട് ആസ്വദിച്ചു നിന്നു. ഇത് നബി തങ്ങൾ പറഞ്ഞു, ഈ അബൂ മൂസക്ക് ആലു ദാവൂദിന്റെ ആ സ്വരമാധുര്യം നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് നബി പറഞ്ഞപ്പോഴാണ് അബൂ മൂസ അശ്അരി നോക്കുമ്പോൾ നബിയാണ്. അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ് അലിംതു അന്നക തസ്മഉ ലഹബ്ബർതഹു ലക തഹബീറ. നബി നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ നന്നാക്കി നിങ്ങൾക്ക് ഒതുത്തരുമായിരുന്നുവല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത് കാണാൻ കഴിയും. അപ്പൊ ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പക്ഷികളെയും പർവ്വതങ്ങളെയും പോലും കീഴ്പ്പെടുത്തി കൊടുത്തു. വകുന്നാ ഫാഇലീൻ, ഇതെല്ലാം നാം ആണ് ചെയ്യുന്നവർ. ഇതൊന്നും അദ്ദേഹത്തിന് അതൊരു ഒരു യഥേച്ഛ കൊടുക്കാൻ കഴിവായി കൊടുത്താൽ അർത്ഥം. വകുന്നാ ഫാഇലീൻ, ഇതെല്ലാം ചെയ്യുന്നവർ നാം ആകുന്നു. അപ്പൊ അല്ലാഹു തആലയുടെ ഫീലാണ്, അല്ലാഹു തആല ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന സൂചന കൂടി അതിലുണ്ട്. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين. وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين. ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. سبحانك اللهم وبحمدك.